ടിക്കറ്റ് കൗണ്ടറിൽ വരിക, ഡയറക്റ്റ് എടുക്കല്ല. ഇപ്പുറത്ത് നമ്മൾ കയറാൻ പോകുന്നത് കുറച്ചും കൂടി സീറ്റൊക്കെ ഉള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സാധനമല്ല. അങ്ങനെ ഒരു പെർഫോമൻസ് ആണ് കഴിച്ചാൽ ഓരോ നമ്മൾ ട്രെയിനിങ് എടുക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് വേണ്ടിയിട്ട് ഓരോ സംഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവരുടെ ട്രഡീഷൻ സാധനങ്ങൾ ഈ സൈഡിലൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. എൻ്റെ മലയാളം നല്ല മലയാളം അല്ല. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അക്ഷയ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓട്ടോമോട്ടീവ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആക്ച്വലി നമ്മൾ ചെയ്യാൻ തന്നെ വീഡിയോ ഒരു നമ്മുടെ ബർദുബായിലുള്ള ഫെറിയിൽ കയറിയിട്ട് 2 ദിറംസിന് ഫെറി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിരുന്നു. ബട്ട് ഇവിടെ വന്ന സമയത്താണ് നമ്മുടെ ഓൾഡ് സൂക്ക് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഓൾഡ് സൂക്കിൽ നമുക്ക് കണ്ടു തീർക്കാൻ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതും ഫെറിയിൽ നിന്ന് യാത്ര ചെയ്യുന്നതും കൂടെ ആയിട്ടൊരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഷോപ്പുകളെല്ലാം പഴയ അല്ലേ, പഴയ ഷോപ്പുകൾ തന്നെയാണ് പ്രോപ്പർ. പിന്നെ ഇതിന്റെ മുകളിലാണെങ്കിലും കണ്ട മുള കൊണ്ട് അല്ലേ ബാമ്പു യൂസ് ഇവിടെ വന്ന സമയത്ത് ഇതേപോലെ ഓൾഡ് സൂക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ദുബായിയുടെ പഴയ ട്രഡീഷണൽ സാധനങ്ങൾ എന്തൊക്കെയാണുള്ളത് എക്സ്പ്ലോർ ചെയ്യാനും മേടിക്കാനും ഇപ്പോൾ ഇവിടെ കണ്ട. ഇങ്ങനെ ഓരോ ഷോപ്പിലും വെറൈറ്റി ഇപ്പോൾ ഡ്രസ്സ് ആണെങ്കിൽ കുറേ ഷോപ്പുകളിൽ ആൻറ്റിക് പീസുകൾ അപ്പോൾ ദുബായിൽ വന്നിട്ട് ആൻറ്റിക് പീസുകളുടെ ഷോപ്പ് അല്ലെങ്കിൽ പഴയ ട്രഡീഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഒന്ന് ഓൾഡ് സൂക്ക് ആട്ടോ. ഓൾഡ് സൂക്കിൽ വന്ന് എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്യണം, അത് മിസ് ചെയ്യരുത്. കാരണം പഴയ ദുബായ് എന്താണ്, ഇവരുടെ ട്രഡീഷൻ എന്താണ്, ഇതെല്ലാം പഴയ ഇപ്പോൾ ഇത്രയും വലിയ ടെക്നോളജി ഇവിടെ ഉണ്ടായിട്ടും ഇവർക്ക് ഹൈടെക് രീതിയിൽ ഇത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴും കണ്ട ഇവർ ഇത് പഴയ ട്രഡീഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഷോപ്പുകൾ കാണുകയാണെങ്കിലും പഴയ വുഡൻ ഡോർസ് കണ്ട, അതാണ് ആർക്കിടെക്ചർ. ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറും ഇവിടുത്തെ ഒരു ആംബിയൻസും ഇപ്പോൾ പഴയ ദുബായിലെ ഷോപ്പുകൾ എങ്ങനെയാണ് എന്നുള്ളൊരു ട്രഡീഷൻ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടാട്ടോ. ഇവിടുത്തെ കച്ചവട രീതിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് എല്ലാ ലെഫ്റ്റ് എക്സിറ്റിലും നമുക്ക് ഫെറിയിലോട്ടുള്ള ആക്സസ് ഉണ്ട് കേട്ടോ. അതാ വരുന്ന ഷിപ്പ് ഉണ്ട് ലൈറ്റൊക്കെ ആയിട്ട് ഉള്ള. രാത്രി ഇവിടെ ഇത് കണ്ട ഇതേപോലെ 2 ദിറംസാണ് ഡ്രൈവ് സർവീസിനുള്ളൂ. ഇപ്പോൾ നമ്മളിതിൽ പോവും. നമ്മളിപ്പോൾ അടുത്ത് എങ്ങോട്ടൊക്കെ ഷോപ്പ് സ്റ്റേഷനുള്ളത് ഞാൻ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. 2 ദിറംസ് ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈവനിങ് ടൈമിൽ നല്ല ഫ്രഷ് എയറൊക്കെ കൊണ്ട് ഇതേപോലെ ഒന്ന് റിലാക്സ്. അപ്പോൾ ഇത് നമ്മുടെ ബാക്കിൽ വരുന്നതൊക്കെ പ്രൈവറ്റ് സർവീസ് ആണ്. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് സർവീസ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ആർടിയുടെ സർവീസ് ഉണ്ട്. അപ്പോൾ ആർടിയുടെ സർവീസാണ് ഞാൻ പറഞ്ഞ ഈ 2 ദിറംസിന് അവൈലബിൾ ആണ്, ചീപ്പാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അതാണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വന്നാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരണമെങ്കിൽ മെട്രോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ DJ ഷർഫിൽ ഒന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ ബുർജുമാനൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് നടക്കാണ്ട്. ഇത് പ്രോപ്പർ ഏതാ മെട്രോ സ്റ്റേഷൻ ഞാൻ പറഞ്ഞില്ല ചേട്ടാ. ഇത് ഏതാ പ്രോപ്പർ മെട്രോ സ്റ്റേഷൻ? അൽഗുബൈബയിൽ ഞാൻ ബുർജുമാനും പറഞ്ഞു, DJ ഷർഫ് ഗുബൈബ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സ്റ്റേഷനിൽ ആ റോഡിൽ നേരെ നടന്നാൽ മതി. നേരെ നടന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. സിറ്റി സെന്ററിന്റെ ഓപ്പോസിറ്റ് നേരെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും. പിന്നെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകണം തോന്നൂലേ. അല്ലാതെ ഇതിവിടെ പ്രൈവറ്റ് ഉണ്ട്. പ്രൈവറ്റിന്റെ പൈസ ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. പ്രൈവറ്റിന്റെ പൈസയും കൂടെ ഞാൻ അന്വേഷിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്ന പോലത്തെ പ്രൈവറ്റ് ബോട്ടിന്റെ പൈസ ഇപ്പം അന്വേഷിച്ചു. അരമണിക്കൂറിന് 60 ദിറംസ്, പിന്നെ 1 അവർ ആണെങ്കിൽ 120 ദിറംസ് കേട്ടോ. അപ്പോൾ അതാണ് ചാർജ്. ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ തന്നെ ഇതിൻ്റെ കണ്ടോ ഓരോരോ ഏജൻറ്റുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അവരായിട്ട് കണക്ട് ചെയ്യുക, പൈസ കൊടുക്കുക, കയറുക, പോവുക. പിന്നെ അതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഫുള്ള് RTA എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ടാവും. പിന്നെ അതായത് നമ്മുടെ പുറകിൽ കാണുന്നുണ്ട് ഇതേപോലെ ചെറിയ ചെറിയ ഇതായിരിക്കും ഗവൺമെൻറ്റിൻ്റെ. ഇതാകുമ്പോൾ ഒരു സ്റ്റോപ്പിക്ക് 1 ദിറം അങ്ങനെയാണ് ചാർജ് വരുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ കയറുന്ന സമയത്ത് ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞു കേട്ടോ.
ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ബാക്കിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ. ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. വെഡിങ് ഫോട്ടോഷൂട്ട്, പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. ഞാൻ കുറച്ച് കാണിച്ചു തരാം. കണ്ടോ വുഡൻ അതായത് ആ ബിൽഡിങ്ങിന് ഈ ബിൽഡിങ്ങിലോട്ട് വരാൻ പറ്റിയൊരു വുഡൻ ഓവർ ബ്രിഡ്ജ്, അങ്ങനെ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഷോപ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സ്ട്രീറ്റ് അടിപൊളിയാട്ടാ. നമ്മളെ ഇവിടെ ഗൈഡ് ചെയ്യുന്നത് ഇവിടുത്തെ എല്ലാ ഷോപ്പുകളും ഇന്ന് സൺഡേ ആയിട്ട് പോലും ഭയങ്കര ക്രൗഡഡ് അല്ലാത്ത നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കാൻ പറ്റുന്നുണ്ട്. അതാണ് അല്ലേ ആക്ച്വലി ക്രൗഡഡ് ആണ്, ബട്ട് സ്പേഷ്യസ് ആണ്. അതാണ് ഗ്ലോബൽ വില്ലേജിൽ പോയ സമയത്ത് നമുക്ക് എവിടെ നോക്കിയാലും ആൾക്കാരാ, ഇത്രയും സ്പേഷ്യസ് ആണ്. കണ്ടോ ഞാനിവിടെ നോട്ടീസ് ചെയ്തൊരു സംഭവം, നിങ്ങൾ ഫ്ലോർ നോക്കിയേ എന്ത് വൃത്തിയാണ്. കൊള്ളാട്ടോ ഓൾഡ് സൂക്ക് എനിക്കിഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ഫെറിയിൽ കയറിയിട്ടില്ല കേട്ടോ. നമ്മൾ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ട് കുറേ നേരമായി. കാരണം ഇവിടെ കണ്ടു തീർക്കാൻ കുറേ സ്ഥലങ്ങളും പിന്നെ നമ്മൾ യുണീക്കായിട്ടുള്ള ഓരോരോ സ്പോട്ട് കാണുന്ന സമയത്ത് വെറൈറ്റി പോസിൽ പലരും ഫോട്ടോ എടുത്തെടുത്ത് സമയം പോയിക്കൊണ്ടിരിക്കുക. കാര്യം ഇവരുടെ ട്രഡീഷൻ സാധനങ്ങൾ കുറേ സൈഡിലൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് തൊടാനും പിടിക്കാനൊന്നും പറ്റത്തില്ല. തൊട്ടേനും ഇവിടെ ഗൈഡ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ചെണ്ടയല്ല, ചെണ്ട തന്നെയാണ് കേട്ടോ. കയറ് കൊള്ളാട്ടോ. ഇവിടുത്തെ ഓരോ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ആർക്കിടെക്ചർ ആണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് പഴയ ദുബായ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു പഴയ ദുബായ്, അവരുടെ മാർക്കറ്റ്, അവരുടെ കൾച്ചർ എന്താണെന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്ന രീതിയിലാട്ടോ ഇവിടെ ഓരോ സാധനങ്ങൾ പ്ലേസ് ചെയ്താണെങ്കിലും സ്ട്രീറ്റ് ആണെങ്കിലും. രാത്രി ഇതിൽ വേറെ വൈബ്, പകൽ ഞാൻ വന്നിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ രാത്രി ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ അടിപൊളിയാണ്. രാത്രി നല്ല ലൈറ്റിങ്ങും എല്ലാം കൊണ്ടും ഇത് അല്ലേ അന്ന് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ എവിടെ നിൽക്കുന്നതെന്നുള്ളതാണ് ഹൈലൈറ്റ്. ഇത്രയും വെള്ളത്തിൻ്റെ മുകളിലാട്ടോ ഇത് പണിത് വെച്ചേക്കുന്നത്. ആക്ച്വലി നമ്മുടെ ഫെറിയുടെ വീഡിയോ ആണെങ്കിൽ ഇതിലിപ്പോൾ വീഡിയോയിൽ ഫുള്ള് ഓൾഡ് സൂക്ക് കൊണ്ടുപോയി. ഇവിടെ ഒരു ദിവസം ഈവനിങ് വരുവാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കറങ്ങി ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഫുഡ് അടിക്കാൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഷോപ്പിംഗ് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്പോട്ട്. അപ്പോൾ എന്തുകൊണ്ടും വൈകുന്നേരം ഈവനിങ്ങിൽ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സായിട്ടാണെങ്കിൽ ഫാമിലി ആയിട്ടാണെങ്കിലും ഇറങ്ങാൻ പറ്റിയൊരു സ്പോട്ടാണ് ഓൾഡ് സൂക്ക് ബർദുബായിട്ട്. കൊള്ളാം ഗൈസ്, നൈസ് എക്സ്പീരിയൻസ് ആണ്. ഫാമിലിയെക്കാട്ട് വരുവാണെങ്കിൽ വൺ പ്രൈവസി കാര്യങ്ങൾ ബഹളും കാര്യങ്ങളൊന്നുമില്ല, നൈസായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ. ഓൾഡ് സൂക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇല്ല കേട്ടോ, അങ്ങ് ദൂരെ വരെ നീണ്ടു നിവർന്ന് കിടക്കുക. നമുക്ക് നടന്നു തീർക്കാനാണെങ്കിലും ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല. ഞാൻ ഓരോരോ ടേൺ എടുക്കുമ്പോൾ ഇപ്പം തീരും വിചാരിച്ചു. മ്യൂസിയം ഓഫ് ഇല്യൂഷൻസ്, ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്, കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് ചേട്ടനൊരു ഡൗട്ട്, ഇവിടുത്തെ ടോയ്ലറ്റൊക്കെ പഴയ ട്രഡീഷണൽ ടോയ്ലറ്റ് ആണോ എന്ന്. സോ ടോയ്ലറ്റ്സ് ഫോർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നോക്കി അതും ഒരു ഇതായിട്ടുണ്ടല്ല, യൂണീക്കായിട്ടുണ്ട്. അത് അവരുടെ ഇത് കണ്ട ജെൻസ് ലേഡീസിനുള്ളത് പഴയ അറബിക് മറ്റേ ലക്ഷ്യ സിനിമയില് ഡോർ ഓപ്പൺ ആവുന്ന പോലത്തെ സൗണ്ട്. പഴയ ഡോറ് കാര്യങ്ങളൊക്കെയാണ്. അകത്ത് നോക്കിയിട്ട് നമുക്ക് പറയാം. അകത്താണെങ്കിലും ടോയ്ലറ്റിന്റെ റിവ്യൂ ഈവൻ ഇത് നോക്കി നമ്മുടെ ടിഷ്യൂ കാര്യങ്ങളൊക്കെ വെക്കുന്നത് വുഡൻ്റെ ആണ് കേട്ടോ. പിന്നെ സിംഗിൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഓരോ നമ്മൾ ട്രെയിനിങ് എടുക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് വേണ്ടിയിട്ട് ഓരോരോ സംഭവങ്ങൾ ഇവർ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇവരുടെ ട്രഡീഷൻ്റെ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അത് നമ്മൾ അടുത്തതിൽ എന്തായിരിക്കും അറിയാനൊരു ക്യൂരിയോസിറ്റി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇവിടെ പഴയ ടൈപ്പിംഗ് മെഷീൻ, പഴയ ഫോണ് കാര്യങ്ങൾ എല്ലാം ഇവിടെ കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ ഉന്തുവണ്ടി നോക്കിയേ, സൗണ്ടില്ലേ വിൻറ്റേജ്. ഓ സെയിം ആണല്ലോ. ഓ നമ്മുടെ കറക്കി വിളിക്കുന്ന ഫോണ് ഗൈസ്. ഇവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. കല്യാണം ആണെങ്കിൽ ഫുഡ് കിട്ടും, കല്യാണം അല്ലല്ലോ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ പണിപാളി. എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഹോട്ടലാണോ? ഞാൻ പറഞ്ഞു
ഇത്ര കല്യാണം ആണെങ്കിൽ ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ചേട്ടൻ ആദ്യം ഓടിക്കേറിയതാ. സംഗതി ഹോട്ടലായിരുന്നു. അല്ല അവർക്ക് നമ്മള് കല്യാണം കൂടാണ്ടിരുന്ന അവർക്ക് വിഷമമില്ലേ? അത് ഫുഡല്ല ഫുഡ് ഇമ്പോർട്ടന്റ് അല്ലേ ഞങ്ങൾക്ക്? അത് ഏത് ട്രഡീഷൻ രീതിയിലാണ് നടത്തുന്നത് അറിയാൻ വേണ്ടിട്ട് ക്യൂരിയോസിറ്റിയിൽ കയറി നോക്കിയതാ. ഗായ്സ്, ഞാൻ എന്റെ പഴയ വീഡിയോയിൽ രാഹുലേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. വേറൊരു കസിനും കൂടെ ഉണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ. ഭാവിയിൽ ഞങ്ങൾ മുംബൈയിൽ ഇമ്പോർട്ട് ചെയ്തതാ. പക്ഷെ ഹിന്ദി മാത്രമല്ല, ആള് മലയാളം അറിയും. പക്ഷെ ആർക്കും മനസ്സിലാവില്ല. എന്റെ മലയാളം നല്ല മലയാളം അല്ല. ബട്ട് ആൾക്ക് മലയാളം ബേസിക്കലി മലയാളിയാണ്. ഞങ്ങളുടെ കസിനാണ്. ഞങ്ങൾ പറ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഹലോ, മൈസെൽഫ് ഭാവിൽ ഫ്രം മുംബൈ. മലയാളം അത്ര ഇതാവില്ല, വ്യക്തമല്ല. പക്ഷെ ഹിന്ദിയും ഇംഗ്ലീഷും അറിയാം. മലയാളമൊക്കെ നല്ലപോലെ അറിയും. പക്ഷെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. മലയാളം തന്നെയാണ്. തൃശ്ശൂരാണ് പഠിച്ചതും വളർന്നതൊക്കെ. മുംബൈയിലാണ്. ഇപ്പൊ ദുബായിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. സൺഡേസിൽ ഇവിടെ മെട്രോയുടെ സർവീസ് നേരത്തെ ക്ലോസ് ചെയ്യും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ കറങ്ങാൻ വരുന്നവര്. അതൊന്നും ഓർത്തേക്കണം. പിന്നെ മെട്രോ ക്ലോസ് ആയാലും ടാക്സി ഒക്കെ ഉണ്ട്. ടാക്സിക്കൊക്കെ വൺ റേറ്റ് ആയിരിക്കും. എനിക്ക് അറ്റത്തെത്തണം, ധനൂബിലോട്ട് എത്തണം. സോ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം വേഗം കണ്ടുതീർത്തിട്ട് ഇറങ്ങാനുള്ള പ്ലാൻ കേട്ടോ. മലയാളി ടീം ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഫോട്ടോഷോപ്പിനും വീഡിയോഗ്രാഫിക്കും പറ്റിയ സ്പോട്ടാണ് ഇത്. ലൈക്ക് നമ്മൾ ലേറ്റ് ആയിട്ട് റിയലൈസ് ചെയ്താലും ഇത് അറിയുന്നവർ വന്ന് പ്രൊഫഷണൽസ് ആണല്ലോ ഈശ്വര. സംഗതി ഒരു പ്രൊഫഷണൽസ് ആണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ആരെങ്കിലുമൊക്കെ പുറത്ത് കറങ്ങാൻ പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് റെക്കമെൻഡഡ് പ്ലേസ് കേട്ടോ ഓൾഡ് സുക്ക്. അടിപൊളിയാണ് ഗൈസ്. ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും കപ്പിൾസ് ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും സൺഡേസിൽ ലീവുള്ള സമയത്തൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ പ്ലേസ്. അവിടെ നമ്മൾ വേറെ ടൈപ്പ് ഉന്തുവണ്ടി കണ്ടു, ഇവിടെ കണ്ടതാണ്. സോ അങ്ങനെ ഇവരുടെ ട്രഡീഷൻ എന്താണ് എന്നുള്ളത് കറക്റ്റ് പറയുന്ന രീതിയിലാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്താക്കുന്നത്. അങ്ങനെ നമ്മൾ അറ്റം വരെ നടന്നിട്ടുണ്ട് കേട്ടോ. ഗോൾഡ് സൂക്കിൻ്റെ അറ്റെത്തി. അവിടെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അവസാനിക്കുന്ന അവിടെയുള്ള ജീവിതം ഇങ്ങനെയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഷോപ്പുകൾ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അങ്ങോട്ടൊക്കെ മോഡേൺ ബിൽഡിങ്സ് ആണ്. നമ്മുടെ ഓൾഡ് ബിൽഡിങ്സിൻ്റെ ഏരിയ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ അറ്റത്തു നിന്ന് ഒരു അറ്റത്തു നിന്ന് പക്ഷെ നമ്മൾ നടന്നത് സ്ട്രൈറ്റ് ഇങ്ങനെ നടന്നു വന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിലോട്ടൊക്കെ കുറേ റൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് മൊത്തം നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം മതിയാവില്ല. അതേ നമ്മുടെ ഫെറിയുടെ ഇവിടെ നിന്ന് ഒരു സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് ബാക്കിലോട്ടുള്ള ഏതെങ്കിലും സ്റ്റേഷനിലോട്ട് പോകാം. ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ അന്വേഷിക്കാം. ഗൈസ്, ഇന്ന് മെട്രോ കിട്ടുമെന്ന് കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ടിക്കറ്റ് എടുത്ത് ഇതിൽ അപ്പു സേഫായിട്ട് എത്തും. അപ്പൂനെ അടുത്ത് അപ്പൂനെ എങ്ങനെ പോയാലും അവൻ മെട്രോ കട്ടിയിട്ട് ഞങ്ങൾക്ക് അങ്ങ് ലോങ് വരെ പോകാറുണ്ട്. മെട്രോയുടെ സർവീസ് അവസാനിക്കുന്നറിയില്ല. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് 2 തരമുള്ളൂ കേട്ടോ. നമ്മൾ ആ വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെ 2 തരമുള്ള ടിക്കറ്റിന്. ഇവിടുന്ന് ഓൾഡ് ദേറാസു അല്ലേ? എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി നോക്കാം. ടിക്കറ്റ് കൗണ്ടറിൽ വരിക, ഡയറക്റ്റ് എടുക്കുക. അല്ലാതെ വേറെ സെറ്റപ്പ് ഒന്നുമില്ല. നമ്മുടെ മെട്രോ കാർഡ് യൂസ് ചെയ്തിട്ടൊന്നും ആക്സസ് ഇല്ല തോന്നുന്നു. സാധനം വന്നു. മെട്രോ അതെ സംഭവം വന്നു കേട്ടോ. അയ്യോ, ഇത് നമ്മൾ അവിടെ കണ്ട പോലത്തെ ഇത് ഈ ടൈപ്പ് അല്ല. ഇപ്പുറത്ത് നമ്മൾ കയറാൻ പോകുന്നത് കുറച്ചും കൂടി സീറ്റൊക്കെ ഉള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സാധനം കേട്ടോ. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ബോട്ടിൽ കയറണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു അല്ലേ? മറ്റേ സൈക്കിള്, ടാക്സി പോയി എന്തൊക്കെയാ ഉള്ളത് വേണം. എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ വ്ളോഗ് ഒന്നുകൂടെ ഇങ്ങനെ കേട്ടോ. ഒരു ടിക്കറ്റ് സ്കാൻ ചെയ്യുന്ന ഈ ടിക്കറ്റ് എടുത്തതും അകത്ത് കയറുമ്പോൾ കളയുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഇന്ന് കളയാത്തത് നന്നായി. തണുപ്പില്ല, അത് അടിപൊളി ഗൈസ്. നൈസ് എക്സ്പീരിയൻസ് അല്ലേ? അതാണ് ഈ സമയത്ത് തന്നെ വരണം. നല്ല ബ്രീസും ഉണ്ട്. അതാണ് ബ്രീസാണ് ഹൈലൈറ്റ്. അതും നല്ല കോൾഡ് ബ്രീസ്. അത് ഈ ഒരു ക്ലൈമറ്റ് അടിപൊളിയാണ്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്ന സമയത്തുള്ള വ്യൂവും കാര്യങ്ങളും ലൈറ്റിംഗ് അല്ലേ, അടിപൊളിയാണ്. അതിനൊക്കെ ഉപരി നല്ല കാറ്റ്, പീസ്ഫുള്ളായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ അനുഭവിക്കുന്ന ഫീൽ വീഡിയോയിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അടിപൊളിയായിട്ടുണ്ട്. ഷോർട്ട് റൈഡായിരുന്നു ഗൈസ്. നമ്മൾ ബാക്കിൽ കാണുന്നതെന്ന് എടുത്തു തൊട്ടിപ്പുറത്തേക്ക് ക്രോസ് ചെയ്തു. ലെസ് ദാൻ 1 മിനിറ്റ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 1 മിനിറ്റ് അല്ലേ ഗൈസ്. അവിടെ 2 തരം
ഓൾഡ് സുഖ് എത്തി ഗൈസ്. നമ്മളെ ഒരു സ്റ്റോപ്പിന് ഒരു തരം കാണിച്ചു, ഇത് ഒരൊറ്റ സ്റ്റോപ്പിന് 2 തരം. പറ്റിച്ചോ? പക്ഷെ കുഴപ്പമില്ല, നീന്താൻ അറിയില്ലല്ലോ, നീന്തി പെട്ടെന്ന് 2 തരം കൊടുത്ത്. പക്ഷേ നമ്മളെ ബ്ലോഗിന്റെ പർപ്പസ് ഞാൻ ഇത് അന്ന് കണ്ടപ്പോഴേ ഇത് കേരളം വിചാരിച്ചാട്ടോ, ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെയാണ് നമ്മുടെ ബ്ലോഗിന്റെ പർപ്പസ്. എന്തായാലും അടിപൊളിയായിട്ടോ ഗൈസ്. 2 തരം എന്ന് പറഞ്ഞാലും ബർത്താണ് വൈകുന്നേരം. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടെ ഇതിൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കും. ഞങ്ങൾ അവിടെ നിന്ന് കയറി ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്തു. ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അടിപൊളി. നമുക്ക് നോക്കാം അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത്. ഇതിൽ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ആക്ച്വലി വന്നു. അതായത് സൺസെറ്റ് ഇതിൽ ഇരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് അടിപൊളിയായിരിക്കുമല്ലോ. ലെറ്റ്സ് ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയ വ്ളോഗ്. നമ്മുടെ മെയിൻ ഉദ്ദേശം ഫെറിയിൽ കയറി ഒന്ന് കറങ്ങണം എന്നായിരുന്നു, അത് നടന്നു. അതല്ലാതെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് ഓൾഡ് സുഖ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കുറേ നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടി. സോ ദാറ്റ് ഈസ് ഗൈസ്. അപ്പോൾ ഇതേപോലെ വീക്കെൻഡിൽ ഞാൻ ദുബായിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി കാണിച്ചു തരാമെന്നാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഇപ്പോൾ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഈ വീഡിയോ റെസ്പോണ്ട് ചെയ്യുന്ന കുറേ പേര് ദുബായിലുള്ളവരാണ്. അപ്പോൾ ദുബായിലുള്ളവർ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.